ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അന്യഭാഷയിൽ നിന്ന് 3 വമ്പൻ സിനിമകൾ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കേരളത്തിലൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ തുടരുമെന്ന ലാലേട്ടൻ സിനിമയ്ക്ക് ആ സിനിമകൾ ഭീഷണിയാകുമോ എന്നൊരു ചോദ്യമായിരുന്നല്ലോ ഒരുപാട് പ്രേക്ഷക മനസ്സുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ 3 വലിയ സിനിമകളുടെ ഉൾപ്പെടെ 4 സിനിമകളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ തുടരുമെന്ന ലാലേട്ടൻ സിനിമയ്ക്ക് ഒരു സിനിമയും ഭീഷണിയല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 4 സിനിമകളുടെ അഭിപ്രായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ സൂര്യനായകനെ എത്തിയ റെട്രോ ആണല്ലോ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യയിലെ വലിയ സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാർത്തിക് സുബ്രാജ് സൂര്യ കോംബോ വലിയ പ്രതീക്ഷയോട് ഉറ്റുനോക്കിയ കോംബോ ആയിരുന്നു. പക്ഷേ നമ്മുടെ പ്രേക്ഷകരെ ആ കോംബോ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വൻ നെഗറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് സിനിമ പോകുന്നു. ഒപ്പം തന്നെ ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് അഭിപ്രായങ്ങളാണ് സിനിമ നേരിടുത്തിരിക്കുന്നത്. രണ്ടാം പകുതിയിലെ പൊളിറ്റിക്സ് അതോടൊപ്പം തന്നെ ലാഗൊന്നും തന്നെ നമ്മുടെ സിനിമാ പ്രേമികൾ ഈ സിനിമ കണക്ട് ആക്കാനായിട്ട് സഹായകരമായില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ റെട്രോയോടൊപ്പം ധൈര്യമായിട്ട് ക്ലാഷ് റിലീസ് വെച്ച സിനിമയാണല്ലോ ശശികുമാർ നായകനെ എത്തിയ ടൂറിസ്റ്റ് ഫാമിലി. ഒരു ഫാമിലി ഡ്രാമ സിനിമയായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ പ്രൊമോഷൻസോടെ എത്തപ്പെട്ട സിനിമയ്ക്കാണ് ഇന്ന് റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമകളിൽ ക്ലീൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നത്. വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ഈ തമിഴ് സിനിമ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ വമ്പൻ സിനിമയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗൺ നായകനെ എത്തിയ സിനിമ ഒരു രണ്ടാം ഭാഗ സിനിമയാണ്. ഒപ്പം തന്നെ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ ഭാഗത്തിന്റെ ലെവലിലില്ല. അതോടൊപ്പം തന്നെ മിക്സഡ് ടു നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ കൂടുതലായിട്ട് നേടിയെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദി സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി അവസാനമായിട്ട് ഹിറ്റ് 3 എന്ന ഞാൻ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് നേരത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. സിനിമ സ്ക്രിപ്റ്റ് കൊണ്ട് വീക്കാണെങ്കിൽ പോലും മറ്റ് പല ഘടകങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ കണ്ടിരിക്കാം. ഒപ്പം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു തെലുഗു സിനിമയായിട്ട് മാറുന്നു എന്നാണ് അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളുടെ എല്ലാം തന്നെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമകളെ കുറിച്ചുള്ള ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക്.